നമസ്കാരം. രാജ്യതലസ്ഥാനത്തെ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന കടുത്ത പ്രതിഷേധങ്ങൾക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ പരസ്യമായി അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ച സംഭവത്തിൽ 25-കാരിയായ യുവതിക്കെതിരെ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തു. ഗാസിയാബാദ് സ്വദേശിനിയായ സ്മൃതി സിംഗ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നോയിഡ സെക്ടർ 168-ൽ താമസിക്കുന്ന രുചിക സിംഗിനെതിരെ ജൂലൈ 29-ന് ഗൗതം ബുദ്ധ നഗറിലെ എക്സ്പ്രസ് വേ പോലീസ് സ്റ്റേഷനിൽ ഗൗരവമേറിയ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിരിക്കുന്നത്. എന്തായാലും സ്മൃതിക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ കഴിഞ്ഞ ജൂലൈ 23-ന് ജന്തർ മന്ദറിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പ്രതിഷേധ പരിപാടിക്കിടെ ആരോപണവിധേയ യുവതി രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെ അങ്ങേയറ്റം അസഭ്യവും അപകീർത്തികരവുമായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിച്ചുവെന്നാണ് പ്രധാന പരാതി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന ഭരണഘടനാ പദവിയുടെ ഉന്നതമായ അന്തസ്സിന് വൻതോതിൽ കളങ്കമുണ്ടാക്കുന്ന തരത്തിലുള്ള മോശം പരാമർശങ്ങളാണ് യുവതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പൊതുജനത്തിനിടയിൽ സർക്കാരിനെതിരെ വിദ്വേഷം പടർത്തുന്നതിനും പ്രദേശത്തെ സമാധാന അന്തരീക്ഷം ബോധപൂർവം തകർക്കുന്നതിനുമൊപ്പം രാജ്യത്തെ സാമൂഹികവും സാമുദായികവുമായ സൗഹാർദ്ദം പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും മാത്രം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു വിവാദ പ്രസ്താവന നടത്തിയതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരാതി കൃത്യമായി പരിശോധിച്ച പോലീസ് ഭാരതീയ ന്യായ സംഹിത അഥവാ BNS-ലെ വിവിധ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സമാധാന ലംഘനം ഉണ്ടാക്കുന്ന രീതിയിൽ ബോധപൂർവം അധിക്ഷേപിച്ചതിന് സെക്ഷൻ 352 പ്രകാരവും പൊതുജനങ്ങൾക്ക് ദോഷകരമായ രീതിയിൽ വ്യാജ പ്രസ്താവനകൾ നടത്തിയതിന് സെക്ഷൻ 353 ക്ലോസ് 1 പ്രകാരവും അപകീർത്തിപ്പെടുത്തിയതിന് സെക്ഷൻ 356 ക്ലോസ് 1 പ്രകാരവുമാണ് യുവതിക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കുറ്റകൃത്യം നടന്ന സ്ഥലം ഏതുമാകട്ടെ, കേസിന്റെ പരിധി നോക്കാതെ ഏത് പോലീസ് സ്റ്റേഷനിലും പ്രാഥമികമായി പരാതി രജിസ്റ്റർ ചെയ്യാൻ നിയമപരമായ അനുമതി നൽകുന്ന സീറോ FIR സംവിധാനമാണ് ഈ വിഷയത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത്. സംഭവം നടന്ന ഡൽഹി പോലീസ് പരിധിയിലായതിനാൽ തുടരന്വേഷണത്തിനായി കേസ് ഇനി ന്യൂഡൽഹിയിലെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഔദ്യോഗികമായി മാറ്റുമെന്ന് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥ മനീഷ സിംഗ് വാർത്താമാധ്യമങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കേസിന്റെ യഥാർത്ഥ അധികാരപരിധിയിലുള്ള പാർലമെന്റ് സ്ട്രീറ്റ് പോലീസായിരിക്കും ഇനി യുവതിക്കെതിരെയുള്ള തുടർ നടപടികളും ചോദ്യം ചെയ്യലും സ്വീകരിക്കുക. ദേശീയതലത്തിൽ വലിയ ശ്രദ്ധ നേടിയ മത്സര പരീക്ഷകളിലെ പേപ്പർ ചോർച്ചയ്ക്കെതിരെ രാജ്യത്തെ പ്രക്ഷോഭകാരികളായ യുവാക്കളുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംഘടനയാണ് ജന്തർ മന്ദറിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചത്. പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിന്റെ 26 ദിവസം നീണ്ട നിരാഹാര സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് ഈ പ്രക്ഷോഭത്തിൽ അണിനിരുന്നത്. വിദ്യാർത്ഥികളുടെ വൻ പ്രതിഷേധങ്ങൾക്കും ജൂലൈ 20-ന് നടന്ന പാർലമെന്റ് മാർച്ചിനും ഒടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരുന്നു. വരും ദിവസങ്ങളിൽ മത്സര പരീക്ഷകളിൽ സുതാര്യതയും കൃത്യമായ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്ന രീതിയിലുള്ള വലിയ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമെന്ന് കേന്ദ്ര സർക്കാർ ഔദ്യോഗികമായി ഉറപ്പ് നൽകിയതോടെയാണ് പ്രക്ഷോഭം അവസാനിച്ചത്. പരാതിയുടെ പേരിൽ യുവതിക്കെതിരെ പോലീസ് എടുത്ത ക്രിമിനൽ കേസ് നടപടിയെ കടുപ്പത്തിൽ വിമർശിച്ച് സമരം നയിച്ച കോക്രോച്ച് ജനതാ പാർട്ടി വക്താവ് സൗരവ് ദാസ് എത്തിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾക്കിടെ യുവതി ഉപയോഗിച്ച ഭാഷ ചിലപ്പോൾ തെറ്റോ അപകീർത്തികരമോ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ അപകീർത്തി കേസ് നൽകാൻ ഏത് പൗരനും സ്വാഭാവിക അവകാശമുണ്ടാകും എന്നാണ് സൗരവ്ദാസ് പറഞ്ഞത്. എന്നാൽ തങ്ങളുടെ അവകാശങ്ങൾക്കായി ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന സാധാരണക്കാർക്കെതിരെ ഇത്തരത്തിൽ കഠിനമായ ക്രിമിനൽ നിയമ നടപടികൾ ഉപയോഗിക്കുന്നത് തികച്ചും അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേവലം മോശം ഭാഷ ഉപയോഗിച്ചെന്നതിന്റെ പേരിൽ മാത്രം ഒരാളെ ഇത്തരത്തിൽ വലിയ ക്രിമിനൽ കേസിൽ കൊടുക്കാൻ പാടില്ലെന്നും ഇത് ഭാവിയിൽ ജനങ്ങളുടെ സ്വാഭാവിക പ്രതിഷേധ ശബ്ദങ്ങളെ അടിച്ചമർത്താനും ഭയപ്പെടുത്താനും മാത്രമേ ഉപകരിക്കൂ എന്നും അദ്ദേഹം തുറന്നടിച്ചു.